അത് അത് എനിക്ക് തുടക്കത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് മരണം എന്നുള്ളത്. കാരണം നമ്മൾ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നത് നമ്മുടെ കുടുംബത്തിലോ നമ്മൾ പരിചയക്കാരോ ആരെങ്കിലും മരിക്കുമ്പോൾ മാത്രമേ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. ഇത് നമ്മൾ മരണം കാണേണ്ടി വരിക, നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരാൾ അങ്ങോട്ട് മരിക്കുകയാണ് ശരിക്കും. പിന്നെ നമ്മൾ അവരെ കാണുന്നില്ലല്ലോ. അപ്പം നമ്മളുടെ മനസ്സിൽ അവർ പറഞ്ഞ കാര്യങ്ങളും അവരുടെ കുടുംബത്തെക്കുറിച്ചും എല്ലാം നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക ചെയ്യുക. അത് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ പാലിയേറ്റീവ് കെയർ ആദ്യമായിട്ട് 94 നമ്മളത് ഇനോഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കുട്ടി ആണ് പാലിയേറ്റീവ് കെയർ ഫസ്റ്റായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ആ കുട്ടി മരിക്കുന്നത് നമ്മളുടെ കൺമുന്നിലാണ്. ശരിക്കും എനിക്ക് അത് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു. നമുക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യം അത്. പക്ഷെ കുറേ കഴിയുമ്പോൾ മരണം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതും എപ്പോഴും നമ്മളത് പ്രതീക്ഷിക്കാം എന്നുള്ളതും ആ ഒരു എന്താ പറയുക തിരിച്ചറിവിലേക്ക് വരിക. അപ്പം ഞാൻ എൻ്റെ ആ ഒരു വ്യക്തി ജീവിതത്തിൽ തന്നെ ശരിക്കും വളരെയധികം മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ മരിക്കുകയാണോ, ഞാൻ മരിച്ചു പോവോ എന്ന് നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മളെന്താണ് ശരിക്കും അതിൽ നമുക്ക് എസ് ഓർ നോ ഒന്നും പറയാനില്ല. മരിക്കുകയാണെന്നോ അല്ലാന്നോ പറയാൻ പറ്റില്ല. അവരുടെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളതേ നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ. അവരുടെ അപ്പുണ്ടാവുന്ന പ്രയാസങ്ങൾ നമുക്ക് കുറച്ച് കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് വേണ്ടതും. അവരുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. എനിക്ക് കുറേയൊക്കെ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൽ. കാരണം അല്ലെങ്കിൽ എനിക്ക് മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ പേടിയില്ല എന്നുള്ളതല്ല, പക്ഷേ എന്നാലും മരണം എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. അത് ആർക്കും എപ്പോഴും വരാം എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും. നമ്മൾ തളരും, പക്ഷേ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു പോസിറ്റീവ് ചിന്ത നമ്മളിലേക്ക് വരികയാണെങ്കിൽ നമുക്കത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അത് പറയുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടും 1-2 അനുഭവങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ എന്ന് വെച്ചാൽ ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു അമ്മയും കുട്ടി, ആദ്യം കുട്ടിക്കായിരുന്നു അസുഖം. ആ കുട്ടി ബെഡ് റിഡനാണ്, ക്യാൻസറാണ്. കുറച്ച് കാലത്ത് ശേഷം ആ അമ്മയ്ക്കും ക്യാൻസർ വന്നു. അവരും നമ്മളുടെ അടുത്തേക്ക് വരിക ചെയ്യുന്നത്. വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടി മരണപ്പെട്ടിട്ട് ആ മരണവിവരം ഈ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള അമ്മ അറിഞ്ഞിട്ടില്ല. ഈ വിവരം ഈ അമ്മേനോട് പറയണം. ആ ടാസ്ക് ശരിക്കും എനിക്കായിരുന്നു. അത് വല്ലാതെ നമ്മളിപ്പോൾ ഒരു അസുഖ വിവരം പറയുന്നതിനേക്കാളും വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു മരണവിവരം നമ്മളവരോട് പറയുക എന്നുള്ളത്. പക്ഷേ അത് നമുക്ക് ഒറ്റ ഇരുത്തത്തിലോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒന്നും പറയാൻ പറ്റുന്നതല്ല. കാരണം നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ മരണം എന്നുള്ളത് ഇപ്പം നമ്മൾക്കാണ് അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ആലോചിക്കുക. നമ്മളെല്ലാ കാര്യത്തിലും അതാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ സ്ഥിതി. അത് പക്ഷേ ഒരു വളരെ എന്താ പറയുക എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അത് എങ്ങനെ ആ ഒരു വിവരം അവരുടെ അടുത്ത് എത്തിക്കാനും വലിയൊരു ട്രോമയില്ലാതെ മുന്നോട്ട് പോകാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ശരിക്കും അതുപോലെയുള്ള കാര്യങ്ങൾ ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നത് തന്നെയാണ്. അത് ഒഴിവാക്കാമായിരുന്നു, പക്ഷേ അങ്ങനെയല്ലല്ലോ. അതാണ് ഞാൻ പറയണത്. അത് എനിക്ക് പറ്റും എന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. എൻ്റെ ചുറ്റിലുള്ളവരും എൻ്റെ അടുത്ത് പറഞ്ഞു അതെന്തായാലും മീനേച്ചിക്ക് പറ്റും. എല്ലാവരും വളരെ എന്താ പറയുക സ്നേഹത്തോടു കൂടി എനിക്കത് പറയുമ്പോൾ. ഞങ്ങളുടെ അടുത്ത് ഒരു 10-70 വയസ്സുള്ള ഒരു മമ്മിക്ക എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വോളണ്ടിയർ ഉണ്ടായിരുന്നു. മമ്മിക്ക ശരിക്കും എന്താ പറയുക ഒരു മദ്രസ അധ്യാപകനായിരുന്നു. മൂപ്പർ നമ്മുടെ പാലിയേറ്റീവ് കെയറിൽ വരികയും പേഷ്യൻസിനെ പിന്നെ വീൽ ചെയറിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരാനും അവർക്ക് ചായ വാങ്ങിക്കൊടുക്കാനും എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ശരിക്കും എന്താ പറയുക മമ്മിക്ക ഇങ്ങനെ ഓരോ കാര്യത്തിലും പറയും മീനേച്ചി. അത്രയും പ്രായം ഉണ്ടെങ്കിലും നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്നത് മീനേച്ചി തന്നെയാണ്, എത്ര പ്രായമുള്ളവരാണെങ്കിലും. അപ്പോൾ അത് എല്ലാവരും
മമ്മിക്ക ഇല്ല കേട്ടോ, മമ്മിക്ക മരിച്ചുപോയി. പക്ഷേ എന്താ പറയുക, നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ചെയ്ത് നോക്കാം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അവർക്കൊരു പ്രയാസം വരാത്ത രീതിയിൽ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റി. അത് തന്നെയാണ് ഇപ്പോൾ അസുഖ വിവരം നമ്മൾ പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ട്. അത് ഇത്രയും കാലമായിട്ട് രോഗികളെ കണ്ടും അവരുടെ അടുത്ത് സംസാരിച്ചും അവരോട് ഇടപഴകിയും ഉണ്ടായി വന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് നമ്മൾ ഒറ്റയടിക്ക് പറയാൻ പറ്റൂല. അത് നമ്മളും അവരും തമ്മിലുള്ള ആ ഒരു റാപ്പുമാണ്. ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കണ്ട ഒരാളുടെ അടുത്ത് നമുക്കങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല. അവർക്ക് നമ്മളിലൊരു വിശ്വാസം വേണം, എന്നാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ പറയുക, ശരിക്കും പാലിയേറ്റീവ് കെയറിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പരിശീലനം കൊണ്ട് നേടാൻ പറ്റും. അത് ഞാൻ തന്നെ അതിന് ഉദാഹരണമാണ്. അങ്ങനെ എത്രയോ പേര് പാലിയേറ്റീവ് കെയറിൽ വരുന്ന പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ് ആണെങ്കിലും ഒക്കെ അവരൊക്കെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ അത് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ ഒരു ഡിമാൻഡിങ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എത്ര വലിയ ആളുകളാണെങ്കിലും പക്ഷെ അവർക്ക് എന്ന് വെച്ചാൽ ഇതാണ് കാരണം, നമ്മളും അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കും. ചിലപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ ഇതാണോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഒരു 2 ദിവസം നിന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു VIP എന്നുള്ള രീതിയിലുള്ള എത്രയോ VIP നമ്മുടെ അവിടെ വന്നിട്ടുണ്ട്, അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അവിടെ നിന്ന് മരിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ അടുത്തുനിന്നൊന്നും ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കുണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും വരാറുണ്ട്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് മരിച്ച് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മരിച്ചാലും അവിടുന്ന് ഡിസ്ചാർജ് ആയാലും നമ്മൾ ഇടയ്ക്കൊന്നും അവരെ വിളിക്കാറുണ്ട്, ഞാൻ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിച്ച് കഴിയുമ്പോൾ അവർക്ക് അതാണ് ആ ഒരു ബന്ധം എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പോന്നു കഴിയുമ്പോഴും ഞങ്ങളുടെ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട് എന്നറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരിതുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് അവർ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അവർ അവിടെ വരും എന്ന് വെച്ചാൽ അവർ പാലിയേറ്റീവ് കെയർ എന്താണെന്ന് മനസ്സിലാക്കുകയും ഏത് രീതിയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അറിയും. അവരെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് അതുണ്ടല്ലോ, മറ്റാളുകൾക്ക് അവർക്ക് കിട്ടിയ ആ ഒരു സപ്പോർട്ട് ബാക്കി ആളുകൾക്കും കൂടി കിട്ടണം എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ സഹായിക്കുന്നവരും ഉണ്ട്. അവരൊക്കെ തിരിച്ചു വരുമ്പോൾ അത് എന്താ പറയുക, എത്ര സാമ്പത്തികമായിട്ടുള്ളവരാണെങ്കിലും ശരി, തീരെ ഇല്ലാത്തവരാണെങ്കിലും ശരി, അവർ പറയുന്നത് അതാണ്, ഞങ്ങളെക്കൊണ്ട് എന്ത് രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ പറ്റും. ശരിക്കും അതൊരു തിരിച്ചറിവ് തന്നെയല്ലേ.